10th ലെവൽ ചോദ്യപേപ്പറും അനുബന്ധ വിവരങ്ങളും. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത്? കബനി. കേരളത്തിലെ നദികളിൽ കിഴക്കോട്ടൊഴുകുന്ന നദിയാണ് കബനി. കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം 44 നദികള്. കിഴക്കോട്ടൊഴുകുന്നത് 3 എണ്ണം, പടിഞ്ഞാറോട്ടൊഴുകുന്നത് 41 എണ്ണമാണ്. ഏതൊക്കെയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികള്? അനുബന്ധ വിവരങ്ങൾ നോക്കാം നമുക്ക്. കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് കബനി, ഭവാനി, പാമ്പാറ്. കബനിയുടെ ആകെ നീളം 240 കിലോമീറ്റർ ആണ്. കബനി നദിയുടെ ആകെ നീളം എത്രയാണ്? 240 കിലോമീറ്റർ ആണ്. കബനി നദി കേരളത്തിലൂടെ ഒഴുകുന്നത് 56.6 കിലോമീറ്റർ ആണ്. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദിയാണ് കബനി നദി. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും വലിയ നദി കബനി നദിയാണ്. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കബനിയുടെ ഉത്ഭവസ്ഥാനം വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നും ഉത്ഭവിക്കുന്നു. കബനി നദിയുടെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? വയനാട് ജില്ലയിലെ തൊണ്ടാർമുടിയിൽ നിന്നാണ് കബനി നദി ഉത്ഭവിക്കുന്നത്. കബനി നദിയുടെ പതനം കാവേരി, കർണാടകയിലെ കാവേരി നദിയിലാണ് കബനി നദിയുടെ പതനം. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലം ഏതാണ്? തിരുമക്കുടൽ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി കബനി നദിയാണ്. കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നതും കബനി നദിയിലാണ്. ബാണാസുര സാഗർ ഡാമും കുറുവ ദ്വീപൊക്കെ സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണ് കബനി നദി. PSCയിൽ സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണ്. കേരളത്തിൽ നിന്നും ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദി ഏതാണ്? കബനി നദിയാണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം. കർണാടകയിലെ നാഗർഹോൾ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന നദീതീരം കബനി നദീതീരം. അടുത്ത നദിയാണ് ഭവാനി. ഭവാനിയുടെ ആകെ നീളം 217 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ ഒഴുകുന്ന നീളം 37.5 കിലോമീറ്റർ ആണ് ഭവാനി കേരളത്തിലൂടെ ഒഴുകുന്നത്. ഭവാനി നദിയുടെ ഉത്ഭവസ്ഥാനം നീലഗിരി കുന്നുകളിൽ നിന്നാണ്. ഭവാനി നദിയുടെ ഉത്ഭവം എവിടുന്നാണ്? നീലഗിരിയിൽ നിന്നും. പതനസ്ഥാനം തമിഴ്നാട്ടിലെ കാവേരിയിലാണ്. ഭവാനി നദിയുടെ പതനം എവിടെയാണ്? തമിഴ്നാട്ടിലെ കാവേരി നദിയിൽ ചെന്ന് പതിക്കുന്നു. ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി നദി. ഭവാനി നദിയുടെ പ്രധാന പോഷക നദി ഏതാണ്? ശിരുവാണി നദിയാണ്. ഭവാനി നദി ഒഴുകുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. ഭവാനി നദി ഒഴുകുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ല. ഭവാനി നദിയുടെ മറ്റൊരു പോഷക നദിയാണ് വരയാറ്. തൊട്ടു മുമ്പ് നമ്മൾ ഏതാ പഠിച്ചത്? ശിരുവാണിയിലെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി നദി. വേറൊരു പോഷക നദി ഏതാണ്? വരയാറ്. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണ് ശിരുവാണി നദി. ഭവാനി നദിയുടെ പോഷക നദിയായ ശിരുവാണി നദി അട്ടപ്പാടിയിലൂടെയാണ് ഒഴുകുന്നത്. തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ശുദ്ധജലം എത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണ് ശിരുവാണി അണക്കെട്ട്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് ഭവാനിയിലാണ്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭവാനി നദിയിലാണ്. അടുത്ത നദിയാണ് പാമ്പാർ. അല്ലെ, പാമ്പാറിന്റെ ആകെ നീളം എത്രയാണ്? 31 കിലോമീറ്റർ ആണ്. പാമ്പാറിന്റെ ആകെ നീളം 31 കിലോമീറ്റർ ആണ്. കേരളത്തിലൂടെ ഒഴുകുന്ന പാമ്പാറിന്റെ നീളം എത്രയാണ്? 25 കിലോമീറ്റർ. കേരളത്തിൽ പാമ്പാർ ഒഴുകുന്നത് 25 കിലോമീറ്റർ ആണ്. പാമ്പാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ കുന്നുകളിൽ നിന്നാണ് പാമ്പാർ ഉത്ഭവിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലെ ബെന്മൂർ കുന്നുകളിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് പാമ്പാർ. പതനം തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. പതനം എവിടെയാണ്? തമിഴ്നാട്ടിലെ കാവേരി നദിയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? പാമ്പാർ നദിയാണ്. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദിയാണ് പാമ്പാർ നദി. കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. തൊട്ടു മുമ്പ് നമ്മൾ എന്താ പഠിച്ചത്? കേരളത്തിലെ കിഴക്കോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണെങ്കിൽ കബനിയും ഏറ്റവും ചെറിയ നദിയാണെങ്കിൽ പാമ്പാറും ആണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പാമ്പാർ നദിയിലാണ്. പാമ്പാറിന്റെ മറ്റൊരു പേരാണ് തലയാറ്. പാമ്പാറിന്റെ പ്രധാന പോഷക നദികളാണ് ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കല്ലാറ്, തേനാറ്. ഏതൊക്കെയാണ് പാമ്പാറിന്റെ പ്രധാന പോഷക നദി? ഇരവികുളം, മയിലാടി, തീർത്ഥമല, ചെങ്കല്ലാറ്, തേനാറ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ചിന്നാർ. ചിന്നാർ വന്യജീവി സങ്കേതമാണ് അല്ലെ. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചിന്നാർ. നമുക്ക് അനുബന്ധ വിവരങ്ങൾ പഠിക്കാം. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തട്ടേക്കാട്, മംഗളവനം, കുമരകം, അരിപ്പ, കടലുണ്ടി, ചൂളന്നൂർ, പക്ഷിപ്പാതാളം.
കേരളത്തിലെ പ്രധാന പക്ഷി സങ്കേതങ്ങൾ ഏതൊക്കെയാണ്? തട്ടേക്കാട് അല്ലെ. തട്ടേക്കാട് എവിടെ സ്ഥിതി ചെയ്യുന്നത്? എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. മംഗളവനം പക്ഷി സങ്കേതം എവിടെയാണ്? എറണാകുളം ജില്ലയിൽ തന്നെയാണ്. തട്ടേക്കാട് പക്ഷി സങ്കേതവും മംഗളവനം പക്ഷി സങ്കേതവും എറണാകുളം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല കോട്ടയം ജില്ലയാണ്. അരിപ്പ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചൂളന്നൂർ പക്ഷി സങ്കേതം എവിടെയാണ്? പാലക്കാട് ജില്ലയിലാണ്. ചൂളന്നൂർ പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിലാണ്. പക്ഷിപ്പാതാളം വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷിപ്പാതാളം എവിടെ സ്ഥിതി ചെയ്യുന്നത്? വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം നവംബർ 12. ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12-നാണ്. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം ഏതാണ്? കടലുണ്ടി പക്ഷി സങ്കേതം മലപ്പുറം ജില്ലയിലാണ്. കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത് നൂറനാട്. ആലപ്പുഴ ജില്ലയിലെ നൂറനാടാണ് കേരളത്തിലെ പക്ഷിഗ്രാമം എന്നറിയപ്പെടുന്നത്. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. പ്രസിദ്ധ പക്ഷി സങ്കേതമായ പക്ഷിപ്പാതാളം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏതാണ്? തന്നിരിക്കുന്നതിലെ ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ഏത്? ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴയുടെ ഉത്ഭവം ഇതായിരുന്നു അല്ലെ. നമ്മുടെ ചോദ്യം എന്തായിരുന്നു? ഭാരതപ്പുഴയുടെ ഉത്ഭവം. ആനമലനിരകളിലെ പോത്തന്നൂരിനടുത്ത് നിന്നാണ് ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത്. ഭാരതപ്പുഴ ഒഴുകുന്ന ജില്ല പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. എത്ര ജില്ലകളാണ് ഭാരതപ്പുഴ ഒഴുകുന്നത്? 3 ജില്ലകളിലാണ് ഒഴുകുന്നത്. ഏതൊക്കെയാണവ? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂര്. ചിറ്റൂരിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേരാണ് ശോകനാശിനി പുഴ. ചിറ്റൂരില് ഭാരതപ്പുഴ എങ്ങനെ അറിയപ്പെടുന്നത്? ശോകനാശിനി പുഴ എന്നാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. ഭാരതപ്പുഴയെ ശോകനാശിനി പുഴ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ ഏതൊക്കെയാണ്? ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികളാണ് കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ഏതൊക്കെയാണ് പ്രധാന പോഷക നദികള്? കണ്ണാടിപ്പുഴ, തൂതപ്പുഴ, ഗായത്രിപ്പുഴ, കൽപ്പാത്തിപ്പുഴ എന്നിവയാണ്. ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലമാണ് തൃശൂർ ജില്ലയിലെ മായന്നൂര്. ഭാരതപ്പുഴയും ഗായത്രിപ്പുഴയും സംഗമിക്കുന്ന എവിടെയാണ്? തൃശൂർ ജില്ലയിലെ മായന്നൂരിൽ വെച്ചാണ്. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിന്റെ നൈല് എന്നറിയപ്പെടുന്നു, പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു, നിള എന്നറിയപ്പെടുന്നുണ്ട്, പേരാർ എന്ന് പ്രാചീന കാലത്ത് അറിയപ്പെടുന്നുണ്ട്. മാമാങ്കം നടത്തിയിരുന്ന നദീതീരമാണ് ഭാരതപ്പുഴ. കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഭാരതപ്പുഴയാണ്. ചെറുതുരുത്തിയിലെ കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ തീരത്താണ്. ഒന്നുകൂടി പറയാം. കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. നൈൽ എന്നറിയപ്പെടുന്നുണ്ട്, പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നു, നിള എന്നറിയപ്പെടുന്നു, പേരാർ എന്നറിയപ്പെടുന്നു. മാമാങ്കം നടത്തിയ നദീതീരമാണ് കിള്ളിക്കുറിശിമംഗലം സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നതും ഭാരതപ്പുഴയുടെ തീരത്താണ്. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴയുടെ അല്ലെ. കുന്തിപ്പുഴ ഏത് നദിയുടെ പ്രധാന ഉപനദിയാണ്? തൂതപ്പുഴയുടെ ഉപനദിയാണ് കുന്തിപ്പുഴ. തൂതപ്പുഴയുടെ ഉത്ഭവ സ്ഥാനം എവിടെയാണ്? സൈലന്റ് വാലിയിൽ നിന്നാണ് തൂതപ്പുഴ ഉത്ഭവിക്കുന്നത്. പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. കണ്ണാടിപ്പുഴ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ചിറ്റൂർ പുഴ. ചിറ്റൂർ പുഴ അഥവാ കണ്ണാടിപ്പുഴ എവിടെയാണ് ചേരുന്നത്? പറളിയിൽ വെച്ച് ഭാരതപ്പുഴയിൽ ചേരുന്ന പോഷക നദിയാണ് കണ്ണാടിപ്പുഴ. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരളത്തിലെ ആദ്യത്തെ ഉരുക്ക് തടയണ നിർമ്മിച്ചിരിക്കുന്ന നദി ഏതാണ്? ഭാരതപ്പുഴ. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ആരാണ്? നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് MT വാസുദേവൻ നായരാണ്. നിളയുടെ കവി എന്നറിയപ്പെടുന്നത് P കുഞ്ഞിരാമൻ നായരും. നിളയുടെ കഥാകാരനാണെങ്കിൽ MT വാസുദേവൻ നായരും, നിളയുടെ കവി ആണെങ്കിൽ P കുഞ്ഞിരാമൻ നായരും ആണ്. അടുത്ത ചോദ്യം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ കായിക താരം ആരാണ്? അഞ്ജു ബോബി ജോർജ് ആണ്. ഇതായിരുന്നു അല്ലെ നമ്മുടെ ക്വസ്റ്റ്യന്. ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യക്കാരിയാണ് അഞ്ജു ബോബി ജോർജ്.
ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിത PT ഉഷയാണ്. കേരളത്തിൽ നിന്നും ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ വനിതാ കായിക താരം ആരാണ്? PT ഉഷ തന്നെയാണ്. ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് PT ഉഷ. ഒളിമ്പിക്സ് അത്ലറ്റിക്സ് സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഷൈനി വിൽസൺ ആണ്. ഒളിമ്പിക്സ് അത്ലറ്റിക്സിലെ സെമി ഫൈനലിൽ പ്രവേശിച്ച ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് ഷൈനി വിൽസൺ. ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സ്യമ്മയാണ്. ഏഷ്യൻ ഗെയിംസിലെ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത MD വത്സ്യമ്മയാണ്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യ മലയാളി KM ബീനാമോൾ ആണ്. ഖേൽ രത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളി ആരാണ്? KM ബീനാമോള്. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏതു ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ പ്രധാന മത്സ്യബന്ധന തുറമുഖമായ നീണ്ടകര ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൊല്ലം ജില്ലയിലാണ്. കേരളത്തിലെ മൊത്തം മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ലയാണ് കൊല്ലം. കേരളത്തിലെ മൊത്തം മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ലയാണ്. കേരളത്തിൽ സമുദ്ര മത്സ്യ ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ്? കൊല്ലം ജില്ല തന്നെയാണ്. 1953 ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് നിലവിൽ വന്നത് നീണ്ടകര, കൊല്ലം ജില്ലയിൽ. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു അല്ലെ, നീണ്ടകര. 1953 ഇൻഡോ നോർവീജിയൻ പ്രോജക്ട് നിലവിൽ വന്നത് എവിടെയാണ്? കൊല്ലം ജില്ലയിലെ നീണ്ടകരയാണ്. നോർവീജിയൻ പ്രോജക്ടിനെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? നോർവേ അല്ലെ, രാജ്യമാണ് നോർവേ. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും അധികമുള്ള ജില്ലയാണ് എറണാകുളം. ഉൾനാടൻ മത്സ്യത്തൊഴിലാളികളെ ഏറ്റവും അധികമുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയാണ്. കേരളത്തിൽ കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ല തിരുവനന്തപുരം. കേരളത്തിൽ കടലിനെ ആശ്രയിച്ചു കഴിയുന്ന മത്സ്യത്തൊഴിലാളികൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. കേരളത്തിലെ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികൾ ഉള്ളത് വയനാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കുറവ് മത്സ്യത്തൊഴിലാളികളുള്ള ജില്ല ഏതാണ്? വയനാട് ജില്ലയാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം മത്സ്യപുരി, വെല്ലിംഗ്ടൺ ഐലൻഡ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയുടെ ആസ്ഥാനം എവിടെയാണ്? മത്സ്യപുരിയാണ്. കുഫോസിന്റെ ആസ്ഥാനം കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ ആസ്ഥാനം പനങ്ങാട്, കൊച്ചി. ഇത് ചോദിക്കാറുള്ളതാണ്, കുഫോസിന്റെ ആസ്ഥാനം എവിടെയാണെന്നുള്ളത്. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഫിഷറീസ് ആൻഡ് ഓഷ്യൻ സ്റ്റഡീസിന്റെ ആസ്ഥാനം പനങ്ങാട്, കൊച്ചി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം അയ്യപ്പൻകാവ്, കൊച്ചി. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലെ അയ്യപ്പൻകാവ്. കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത് 2004 വഴുതക്കാടിലാണ്. തിരുവനന്തപുരം ജില്ലയിലെ വഴുതക്കാടിലാണ് കേരള സംസ്ഥാന തീരദേശ വികസന കോർപ്പറേഷൻ സ്ഥാപിതമായത്. സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ആലപ്പാട്, കൊല്ലം ജില്ലയിലെ ആലപ്പാടിലാണ് സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമാണ് കേരളം. മത്സ്യത്തൊഴിലാളികൾക്ക് ബയോമെട്രിക് കാർഡ് സംവിധാനം നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനമാണ് അല്ലെ. ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. ദേശീയോദ്യാനങ്ങള് ഏതൊക്കെയാണ്? കേരളത്തിൽ എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? 5 ദേശീയോദ്യാനം അല്ലെ. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 1978 നിലവിൽ വന്നത്. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്ന 1978 ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. സൈലന്റ് വാലി ദേശീയോദ്യാനം 1984 സ്ഥാപിതമായി. എവിടെയാണ്? പാലക്കാട് ജില്ലയിൽ അല്ലെ. സൈലന്റ് വാലി 1984 സ്ഥാപിതമായത്. പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല. ഇത് 3 സ്ഥാപിതമായത് 2003 ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആനമുടിച്ചോല, മതികെട്ടാൻ ചോല, പാമ്പാടും ചോല 3 സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലാണ്. ഇരവികുളം ദേശീയോദ്യാനം അല്ലെ 1978 ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് നിലവിൽ വന്നത്. 1978 നിലവിൽ വന്നത്. സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? ഇടുക്കി ജില്ലയിലെ ദേവികുളം താലൂക്കിലാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം. ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ് ഇരവികുളം ദേശീയോദ്യാനം.
ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ടാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനത്തിന്റെ തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ലക്കം വെള്ളച്ചാട്ടം എവിടെ സ്ഥിതി ചെയ്യുന്നത്? ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. ലക്കം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് ഇരവികുളം ദേശീയോദ്യാനത്താണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളത്താണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇരവികുളത്താണ്. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. മൂന്നാറിലെ രാജമലയിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായി പ്രഖ്യാപിച്ചത് 1975-ലാണ്. ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് പ്രഖ്യാപിച്ചത് 1978-ലും. ഇരവികുളം പാർക്കിനെ വന്യജീവി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത് 1975-നും ഇരവികുളം പാർക്കിനെ ദേശീയോദ്യാനമായിട്ട് ഉയർത്തിയത് 1978-ലാണ്. വരയാടിന്റെ ശാസ്ത്രീയ നാമം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ്. നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ് വരയാടിന്റെ ശാസ്ത്രീയ നാമം. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗമാണ് വരയാട്. നീലഗിരി താർ എന്നറിയപ്പെടുന്നു അല്ലെ. ഇരവികുളം ദേശീയ പാർക്കിൽ സംരക്ഷിക്കപ്പെടുന്ന മൃഗം ഏതാണ്? വരയാടാണ്. അടുത്ത ചോദ്യം നോക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം. കേരളത്തിലെ ശുദ്ധജല തടാകങ്ങൾ ഏതൊക്കെയാണ്? ശാസ്താംകോട്ട കായൽ, വെള്ളയാണി കായൽ, പൂക്കോട് തടാകം, ഏനമാക്കൽ, മനക്കൊടി. ഇവയെല്ലാം കേരളത്തിലെ ശുദ്ധജല തടാകങ്ങളാണ്. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. വെള്ളയാണി കായൽ സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ജില്ലയിലാണ്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. ഏനമാക്കൽ, മനക്കോടി എന്നീ ശുദ്ധജല തടാകങ്ങൾ സ്ഥിതി ചെയ്യുന്നത് തൃശൂർ ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ട കായൽ. ഇതായിരുന്നു അല്ലെ നമ്മുടെ ചോദ്യം. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകമാണ് ശാസ്താംകോട്ട കായൽ. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. അടുത്തത് ശാസ്താംകോട്ട കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ്. സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ്. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നു. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എന്ന അക്ഷരത്തിന്റെ ആകൃതിയിൽ കാണപ്പെടുന്ന തടാകം ഏതാണ്? ശാസ്താംകോട്ട കായലാണ്. കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് വെള്ളയാണി കായൽ. കേരളത്തിന്റെ ഏറ്റവും തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ശുദ്ധജല തടാകമാണ് വെള്ളയാണി കായൽ. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം മാനാഞ്ചിറ തടാകം. കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തടാകമാണ് കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം ഏതാണ്? പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. കബനി നദിയുടെ പോഷക നദിയായ പനമര നദിയുടെ ഉത്ഭവം പൂക്കോട് തടാകത്തിൽ നിന്നുമാണ്. എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്